അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ത്വായിഫ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെയാണ് നമ്മുടെ ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ ദൂരെയുള്ള മക്കയുടെ പ്രാന്തപ്രദേശം എന്നാൽ മക്കയുടെ കൃഷിയിടം എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ത്വായിഫ്. മക്കയിൽ കൃഷികളൊന്നും ഇല്ല. മലകളും മരുഭൂമികളും കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ത്വായിഫാണെങ്കിൽ നല്ല ഫലപുഷ്ടമായിരിക്കുന്ന മണ്ണാണ്. മുന്തിരിയും വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും പച്ചക്കറികളുമെല്ലാം ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ത്വായിഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയും അബൂ താലിബും രണ്ടാളും തൊട്ടടുത്ത ദിവസങ്ങളിലായി വഫാത്തായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നൊരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ മാതാവിൻ്റെ കുടുംബക്കാർ സഖീഫ് ഗോത്രക്കാർ താമസിക്കുന്ന ത്വായിഫിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ ദഅവത്തുമായി വന്നപ്പോൾ ത്വായിഫ് നാട്ടുകാർ വളരെ നിഷ്ഠൂരമായി വളരെയധികം നീചമായി പെരുമാറുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ത്വായിഫിൽ നിന്നുണ്ടാവുകയും ചെയ്ത ചരിത്രമാണ് ത്വായിഫ് നമുക്ക് പറയുന്നത്. ആ ത്വായിഫിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും സന്ദർശിക്കാനും ഒക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആദ്യമായി നാം ഇറങ്ങുന്നത് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിലും മഹാനവറുകൾ മഖബറയുടെ ചാരത്തുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ ത്വായിഫിലാണ്. ത്വായിഫിലെ ഏറ്റവും വലിയ പള്ളിയാണ് ജാമിഅ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മഹാനവർ പേരിലുള്ള പള്ളി. ഇൻഷാ അല്ലാഹു തആല ആ പള്ളിയുടെ സമീപത്ത് ഇറങ്ങിയിട്ട് മഹാനവറുകൾ സിയാറത്ത് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സിയാറത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ യാത്രക്ക് അല്ലാഹു തആല റാഹത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് മസ്ജിദ് അദ്ദാസ്. നല്ല കൃഷിത്തോട്ടത്തിനിടയിൽ പള്ളി കാണുന്നുണ്ടല്ലോ, മസ്ജിദ് അദ്ദാസ്. അദ്ദാസ് എന്ന് പറയുന്ന ആ നീനുവ നാട്ടുകാരനായ ആ മഹാൻ വ്യക്തി ത്വായിഫിൽ ഇസ്ലാം മതം സ്വീകരിച്ച സ്ഥലമാണ്. അത് പണ്ട് ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും നേതൃത്വത്തിലുള്ള ഒരു മുന്തിരി തോട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വിശ്രമിക്കുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെട്ട് അദ്ദാസ് ഇസ്ലാം മതം സ്വീകരിച്ചു. ത്വായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഏക സ്വഹാബിയാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പേരിൽ നിർമ്മിച്ച പള്ളിയാണ് ആ കാണുന്ന മസ്ജിദ് അദ്ദാസ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് മുന്തിരിത്തോട്ടങ്ങളായിരുന്നെങ്കിൽ ഇന്ന് പച്ചക്കറി ചെടികളും പാലക്ക് പോലെയുള്ള കൃഷികളും അതുപോലെയുള്ള ചെറിയ ചെറിയ വെജിറ്റബിൾ കൃഷികളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹു തആല ഇവിടെ കാണാം. ഇതാണ് ത്വായിഫിലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാൻ്റെ പേരിലുള്ള പള്ളി. ത്വായിഫിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ജാമിഉൽ മസ്ജിദുൽ കബീർ എന്നാണ് അറിയപ്പെടുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറയുള്ളത് ഈ പള്ളിൻ്റെ ചാരത്താണ്. മഹാനവറുകൾ മഖബറ സിയാറത്ത് ചെയ്യാനുണ്ട്. ഫുള്ള് പില്ലറുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല വിശാലമായ പള്ളിയാണ്. അൽഹംദുലില്ലാഹ്. എന്താ 9-10 മണിയായി. ഒരുപാട് അറബികൾ വന്നിതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം ഇൻഷാ അല്ലാഹ് ഖുർആനിലായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാകും. കുറേ ആളുകൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൻ്റെ അഹലുകാരായി നമ്മെ സ്വീകരിക്കട്ടെ. നമുക്ക് ഖുർആൻ മറിച്ച് നോക്കാൻ പോലും സമയമില്ല ഇൻഷാ അല്ലാഹ്. ത്വായിഫിൻ്റെ കവാടം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന വിശാലമായ പള്ളിയും മഖബറയും ചെയ്യുന്ന കവാടാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ തേടിപ്പോകുന്ന കൂട്ടത്തിൽ ത്വായിഫിലെ മറ്റൊരു ആസാറാണ് മസ്ജിദ് അലി ഇബ്നു അബി താലിബ് അല്ലെങ്കിൽ മസ്ജിദുൽ മീനാറ എന്നറിയപ്പെടുന്ന പള്ളി. നല്ലൊരു മിനാരുണ്ട്, പണ്ടത്തെ കാലത്ത് മിനാരം. ആ മിനാരത്തിന്റെ ഉള്ളിലൂടെ റൗണ്ട് തിരിഞ്ഞിട്ട് അതിന്റെ മേലേക്ക് കയറാൻ പഴയ കാലത്ത് പറ്റിക്കൊണ്ടിരുന്നത്, 10 വർഷം മുമ്പ് വരെ. ഇപ്പോ അത് പറ്റുന്നില്ല. മസ്ജിദ് അലി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ എല്ലാം അടച്ച് ബന്ധാക്കിയിട്ടുണ്ട്, എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതാണ് മസ്ജിദ് അലി എന്നറിയപ്പെടുന്ന മസ്ജിദുൽ മിനാർ എന്നറിയപ്പെടുന്ന ഒരു പള്ളി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വായിഫ് യാത്രയുമായി ബന്ധപ്പെട്ട ആസാറുകളിൽപ്പെട്ട ഒരു ആസാറാണ് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ത്വായിഫിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇത്തരം ആസാറുകൾ കാണാൻ കഴിയില്ല ഇൻഷാ അല്ലാഹ്. ത്വായിഫിലെ മറ്റൊരു പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ കൂഅ എന്ന് പറയുന്ന പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ ഈ ഒരു കുന്നിന്റെ താഴ്ഭാഗത്ത് താമസിക്കുമ്പോൾ ശത്രുക്കൾ മേൽഭാഗത്തിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് താഴേക്ക് ഉരുട്ടി തങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് കൈമുട്ടുകൊണ്ട് ആ പാറക്കല്ല് തടഞ്ഞു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി. അതാണ് ആ മേലെ കാണുന്ന പാറക്കല്ല്. ഈ താഴെ കാണുന്ന ചെറിയ ആ കരിങ്കല്ല് പാളികൾ പോലെ കാണുന്ന പള്ളി, അതാണ് മസ്ജിദുൽ ഖുവ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിമന്റ് തറ കാണാം. അതിവിടെ ഒരു സിമന്റ് തറ വൈറ്റ് വാഷ് അടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു ബോർഡ് വെച്ച സ്ഥലമാണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ താമസിച്ച ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഖുവ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ത്വായിഫിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാന്റെ പള്ളിയിൽ നിസ്കരിച്ച് അവിടുന്ന് മഹാനവരുകളെ മഖബറ സിയാറത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന മാർക്കറ്റിന്റെ ഉള്ളിൽ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന മസ്ജിദുൽ ഹുനൂദുണ്ട്. 200 കൊല്ലം മുമ്പ് ഇൻഷാ അല്ലാഹു തആല ലക്ഷ്യമാക്കി ഹാജിമാർ നീങ്ങുകയാണ്. അതിനിടയ്ക്ക് ഒരു ചായയും സമൂസ എല്ലാം അവിടുന്ന് കുടിക്കാനുണ്ട്. കണ്ണൂർക്കാരെന്നൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് ചായയും സമൂസ എല്ലാം കുടിച്ചിട്ട് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാന്റെ പള്ളി, മസ്ജിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അൽ ജാമിഉൽ കബീർ എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ കാണുന്ന കെട്ടുണ്ടല്ലോ, ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള താബിഈ പ്രമുഖനായ മുഹമ്മദ് ബിൻ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും ഖബറുള്ളത്. ഇതാണ് മക്തബത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ച കുതുബ് ഖാന. ഇതാണ് ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മളെ കണ്ണൂർക്കാരെ ഹോട്ടൽ ത്വായിഫിൽ. നല്ല സമൂസയും ചായ ഉണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മളെ കാഞ്ഞങ്ങാടിലെ ഒരു ഉമ്മയുടെ മകൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഓനും കുറച്ച് സമൂസകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാജിമാർ സ്വീകരിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഓൻ്റെ വകയിൽ ഹാജിമാർക്ക് സമൂസകളൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടുന്ന് കട്ടൻ ചായ ഓർഡറാക്കിയിട്ട് ആ സമൂസയൊക്കെ കഴിച്ചത്. സമൂസയുണ്ട്, ഒരുപാട് ഫലമിച്ചരങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ത്വായിഫിൽ ചെറിയൊരു മാർക്കറ്റിലേക്ക് പോവാണ്. പലവ്യഞ്ജനങ്ങളും പിന്നെ മരുന്നുകൾ, തേന്, അതേപോലെ തന്നെ പിന്നെ ഒരുപാട് പിന്നെ സ്വീറ്റ്സ്, തേനുകൾ, പിന്നെ മരുന്നുകളൊക്കെ വിൽക്കുന്ന, പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന ഒരു കടകളാണ് ഇൻഷാ അല്ലാഹു തആല മാർക്കറ്റിൽ. ഇത് ഇവിടെ മാർക്കറ്റ് നല്ല രാത്രിയൊക്കെ നല്ല, ഇവിടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുന്ന രാത്രിയാണ്. ഓക്കെ, നല്ല ലൈറ്റുകളൊക്കെ കൊണ്ട് ഒന്നും അറിയുന്നില്ല, ഫുള്ള് ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ച് കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. എന്താ ഇത് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, പിന്നെ നട്ട്സ് എല്ലാം ഉള്ള ഷോപ്പുകൾ കാണാം ഇൻഷാ അല്ലാഹ്. നല്ലൊരു മാർക്കറ്റ്, ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല ഇസ്തിറാഹെല്ലാം ഉണ്ട്. നേരെ പോയി ഇതിൽ ഈ സൈഡിൽ നേരെ പോയി ആ സൈഡിൽ നേരെ പോയി. ഇവിടെ ഇതിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, കുറച്ചപ്പുറമാണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു 200 വർഷം മുമ്പ് ഹജ്ജിന് വേണ്ടി വന്നു. ഇവിടുത്തെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ, തായിഫ് സന്ദർശനത്തിൽ അവസ്ഥ കണ്ടപ്പോൾ, പള്ളി പോലും ഇല്ലാന്ന അവസ്ഥ കണ്ടപ്പോൾ നാട്ടിൽ നിന്ന് പിരിവെടുത്തിട്ട്, നാട്ടിൽ വയലിൻ്റെ മജ്ലിസിലും മറ്റൊക്കെ പിരിവെടുത്തിട്ട് ഇവിടെ പള്ളി നിർമ്മിച്ചു. വെളിയങ്കോട് ഉമർ ഖാദി മമ്പൂർ തങ്ങളെ കാലക്കാരനാണ്. അപ്പോൾ ആളുകൾ ഉമർ ഖാദി ഇങ്ങനെ പിന്നെ പള്ളി കെട്ടാൻ വേണ്ടി പിരിവാക്കുന്നുണ്ട്, പക്ഷെ എവിടെയും പള്ളി കെട്ടുന്നത് കാണുന്നില്ല എന്ന് മമ്പൂർ തങ്ങളോട് പരാതി പറഞ്ഞത്ര. അപ്പോൾ മമ്പൂർ തങ്ങൾ പറഞ്ഞത്ര, നീ ഹജ്ജിന് പോയാൽ ത്വായിഫിൽ പോകണം എന്ന് മാത്രം പറഞ്ഞു വിട്ടു. അങ്ങനെ സംശയിച്ച ആൾ ഹജ്ജിന് വന്ന് ത്വായിഫിലെത്തിയപ്പോൾ ഇവിടെ ആളുകൾ പറയാൻ തുടങ്ങി, നിങ്ങളെ നാട്ടുകാരൻ ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മമ്പൂർ തങ്ങളത് വെളിപ്പെടുത്തി കൊടുത്തു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പിരിച്ചത് ഈ ത്വായിഫിൽ പള്ളി ഉണ്ടാക്കാനാണ്. ഇൻഷാ അല്ലാഹ് ത്വായിഫിലെ പള്ളിൻ്റെ സമീപത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇതാണ് ആ പള്ളി, ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. ആ പള്ളി ഇതാണ്. ഓക്കെ, പിന്നെ ബോർഡുണ്ടായിരുന്നു ഇവിടെ, മസ്ജിദുൽ ഹുനൂദ് എന്നുള്ള ബോർഡുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബോർഡ് കാണുന്നില്ല. മുൻവശത്ത് ഉണ്ടാകും, നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഹാജിമാരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ബോർഡ് ഉണ്ടാകും, നോക്കട്ടെ കാണിക്കാൻ. ജാമിഉൽ ഹുനൂദ് എന്നുള്ള ബോർഡ് ഇപ്പോഴും കാണും, ഇന്ത്യക്കാരുടെ പള്ളി എന്നർത്ഥത്തിന് ഇൻഷാ അല്ലാഹ്.